ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഊണിനൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉള്ളിത്തീയലാണ്. അതിനായി ഒരു നെല്ലിക്ക വലിപ്പമുള്ള വാളംപുളിയിലേക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1.5 കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കണ്ടിന്യൂസ് ആയി ഇളക്കുക. കണ്ടിന്യൂസ് ആയി ഇളക്കിയില്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചെറുതായി കളർ മാറുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്കും ബ്രൗൺ കളർ ആയി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്കും ആക്കേണ്ടതാണ്. കറിവേപ്പില കൈകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന സമയമാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ചൂടാറാനായി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇളം ചൂടോടുകൂടി മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇത് നന്നായി അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുക്കുക. അതിൽ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ 1-2 തവണ നിർത്തി ഇളക്കി കൊടുത്ത് അത് അരച്ചെടുക്കുക. അതിനുശേഷം നന്നായി എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം അത് മാറ്റി വെക്കുക. ചൂടായ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 1 ഉണക്കമുളകും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 കാന്താരിയാണ് എടുക്കുന്നത്. കാന്താരി ഇല്ലാത്തവർ 4 പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി 3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ച് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നന്നായി തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. നന്നായി തിളച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറുകിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ ഉള്ളിത്തീയൽ തയ്യാറായിരിക്കുന്നു.